സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ജാതി സെൻസസ് ജനങ്ങളെ ഭിന്നിപ്പിക്കുമെന്നും ദേശവിരുദ്ധമാണെന്നും നഗര നക്സലുകളുടെ ആവശ്യമാണെന്നും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന BJP ഇതാ ഒറ്റയടിക്ക് മലക്കം മറിഞ്ഞിരിക്കുന്നു. ജാതി സെൻസസ് നടത്താൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ബീഹാറിൽ ജാതി സർവേ നടത്തിയപ്പോഴായിരുന്നു BJPക്ക് കലി കൂടിയത്. ഭിന്നിപ്പിന്റെ സർവേ എന്നായിരുന്നു BJPയുടെ വാദം. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലും ജാതിയെക്കുറിച്ചുള്ള കണക്കുകൾ ഒഴിവാക്കുന്നത് തങ്ങളുടെ നയപരമായ തീരുമാനമാണെന്നായിരുന്നു ഇവരുടെ വാദം. പക്ഷേ ഗതികേടെന്നല്ലാതെ എന്തു പറയാൻ? ബീഹാറിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ജാതി സെൻസസിനെ കുറിച്ച് BJP നിർബന്ധമായും സംസാരിക്കേണ്ടി വരും. OBC വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തങ്ങളോട് അല്പം പിണങ്ങി നിൽക്കുകയാണെന്ന് BJPക്ക് നന്നായി അറിയാം. ഉത്തർപ്രദേശിൽ പോലും അത് പ്രതിഫലിച്ചതാണ്. ഇപ്പോഴും രജപുത്ര മുഖ്യമന്ത്രിയായ ആദിത്യനാഥിനോട് OBCക്കാർ ഇടയ്ക്കിടെ ഉടക്കുന്നത് വാർത്തയാവുന്നു എന്നതും BJPയെ ചൊടിപ്പിച്ച് കാണണം. 2027 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അവിടത്തേക്കും നല്ല മരുന്ന് ജാതി തന്നെ എന്നതും ഇവർക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇക്കുറി ആവർത്തിച്ചുകൂടെന്നും ഇവർക്ക് തോന്നിക്കാണണം. കോൺഗ്രസ് തങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന് BJP ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ടെങ്കിലും തങ്ങൾ വിജയിക്കുന്ന പക്ഷം രാജ്യത്താകമാനം ജാതി സെൻസസ് നടത്തും എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം BJP അല്പം ഒരു ആശങ്കയിലാക്കിയിരിക്കാമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. അതിന്റെ ചില ചലനങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. 400-ലധികം സീറ്റുകളും സ്വപ്നം കണ്ട് ഇറങ്ങിയവർക്ക് അതിനടുത്തു പോലും എത്താനായില്ല എന്നത് നല്ല ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ഉന്നത OBC വിഭാഗത്തിന്റെ വോട്ട് BJPക്ക് കുറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് അത് വീഴുകയായിരുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബീഹാറിൽ 2019 9 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു. ഉത്തർപ്രദേശിൽ 28 സീറ്റുകളായിരുന്നു നഷ്ടം. OBCക്കാരായിരുന്നു അവിടെയും മാറിക്കുത്തിയത്. മോദിയും നദ്ദയും ആദിത്യനാഥും ഗഡ്കരിയും ഒക്കെ ജാതി സെൻസസിനെ ശക്തിയുക്തം എതിർക്കുന്നവരായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വരെ. പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ 4 ജാതികളെ ഉണ്ടായിരുന്നുള്ളൂ, അതായത് സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, പാവപ്പെട്ടവർ. പക്ഷേ BJP ജാതി സെൻസസ് നടത്തും എന്ന് പ്രഖ്യാപിച്ചതോടെ അതൊരു ചരിത്രപരമായ തീരുമാനമെന്നായിരുന്നു ഇവരുടെ വിശേഷണം. നഗര നക്സലുകളുടെ ആശയം എത്ര പെട്ടെന്നാണ് ചരിത്രപരമായ തീരുമാനമായി മാറിയത് എന്ന് നോർക്കുക. രാഹുൽ ഗാന്ധി ജാതി സെൻസസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ജാതി ഏതെന്നറിയാത്ത ഒരാളാണ് ജാതി സെൻസസിന് വേണ്ടി ശബ്ദിക്കുന്നത് എന്ന് പരിഹസിച്ച ആളാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് അത് സാമൂഹ്യ നീതിക്കുള്ള ചവിട്ടുപടിയായി മാറി. ഹിന്ദുക്കളുടെ ഐക്യത്തെ ജാതി സെൻസസ് തകർക്കുമെന്ന വാദമൊന്നും ഇപ്പോൾ തേജസ്വി സൂര്യക്കും ഇല്ല. ആകപ്പാടെ ഒറ്റ മറിയലാണ് BJPക്കാർക്കൊട്ടാകെ സംഭവിച്ചിരിക്കുന്നത്. RSS ആവട്ടെ ജാതി സെൻസസ് രാഷ്ട്രീയ ലാഭത്തിനല്ലാതെ സമൂഹത്തിന്റെ ക്ഷേമത്തിന് ഉപയോഗിച്ചാൽ നല്ല കാര്യം ആണെന്ന നിലപാടിലാണ് എത്തിയിട്ടുള്ളത്. പഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ജനങ്ങൾ നടത്തുന്ന പക്ഷം അത് രാജ്യസ്നേഹത്തെക്കുറിച്ച് തങ്ങളുടെ വീമ്പ് പറച്ചിലിന്റെ മുഖത്തേൽക്കുന്ന അടിയാണെന്ന് BJPക്ക് നന്നായി അറിയാം. ചർച്ചകൾ അവിടുന്ന് മാറ്റേണ്ടതും ഒരു പ്രധാന വിഷയമാണ്. അതിന് നല്ലത് ജാതി എടുത്ത് കളിക്കുകയാണെന്നും അവർ തീരുമാനിച്ചു കാണണം. പഹൽഗാമിന് പകരമായി പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന് കരുതിയിരുന്നവരെ ഞെട്ടിച്ചാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നുവെന്ന് BJP നേതാക്കൾ വീമ്പിളക്കുന്നത്. മുൻപ് വിളമ്പിയതെല്ലാം മറന്ന് അമ്പേ എതിരായവ വിളമ്പാൻ BJPയെ കഴിഞ്ഞ ആളുള്ളൂ എന്നതിന്റെ പുതിയ തെളിവായി ജാതി സെൻസസും കൂട്ടിച്ചേർക്കാമെന്ന് മാത്രം. പഹൽഗാമിനെ കുറിച്ച് ആക്ഷേപഹാസ്യം പറഞ്ഞവർക്കെതിരെ FIR ഇട്ട് രാജ്യദ്രോഹത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തിലാണ് പോലീസ്. ട്വിറ്ററിൽ സജീവമായ മിസ് മെദൂസക്കെതിരായ FIR ആണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ലക്നൗ സർവകലാശാലയിൽ ഭാഷാശാസ്ത്ര വിഭാഗ അധ്യാപികയും ആക്ഷേപഹാസ്യ കലാകാരിയുമായ മാദ്രി കക്കോട്ടി ഡോക്ടർ മെദൂസ എന്ന പേരിലാണ് എക്സിൽ ഇത്തരം വീഡിയോകളും മറ്റും പോസ്റ്റ് ചെയ്യാറുള്ളത്. ഏകദേശം 1.5 ലക്ഷം ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ അവരുടെ വീഡിയോ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഏകതയ്ക്കും പരമാധികാരത്തിനും ഭീഷണി ഉയർത്തുന്നെന്ന കണ്ടെത്തലോടെ സർക്കാർ കേസെടുത്തിരിക്കുന്നത്. BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായ ABVPയുടെ ഒരു പ്രവർത്തകനാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. ABVPക്കാർ സർവകലാശാലയിൽ ധർണ നടത്തിയതോടെ അധികാരികൾ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. കലാപം നടത്താൻ പ്രേരണ നൽകുക വഴി ആ പോസ്റ്റുകൾ രാജ്യത്തെ സമാധാനവും സുരക്ഷയും കുഴപ്പത്തിലാക്കുന്നുവെന്നും ആരോപണമുണ്ട്. അതിനു പുറമെ അവ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നുവെന്നതും കുറ്റമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുപയോഗിച്ച കാവി ഭീകരർ എന്ന പദം കുറ്റത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഭീകരത എന്ന തലക്കെട്ടിന് കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയായിരുന്നു അവർ ചെയ്തത്. അതാണിപ്പോൾ കുഴപ്പമായിരിക്കുന്നത്. ഇത് തങ്ങളെക്കുറിച്ചാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഞാനെന്ത് ചെയ്യാനാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. വീഡിയോയിൽ മതങ്ങളെക്കുറിച്ചോ മതവിശ്വാസികളെക്കുറിച്ചോ യാതൊന്നും പറയുന്നില്ലെങ്കിലും മതവികാരം വ്രണപ്പെടുത്തലും കുറ്റപത്രത്തിൽ ചേർത്തിയിട്ടുണ്ട്. പുതിയ ക്രിമിനൽ നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്.
നേരത്തെ രാജ്യദ്രോഹ കുറ്റം ക്രിമിനൽ കുറ്റമായി പരിഗണിക്കാനാവില്ലെന്ന കോടതി വിധിയുണ്ടെങ്കിലും പുതിയ സംഹിതയിൽ വ്യക്തമല്ലാത്ത വാചകങ്ങളിലൂടെ അത് വീണ്ടും കുറ്റകൃത്യമാക്കിയിട്ടുണ്ടായിരുന്നു. ആ അവ്യക്തതയുടെ പഴുതിലൂടെയാണ് പുതിയ രാജ്യദ്രോഹ കുറ്റങ്ങൾ കോടതിയിലെത്തുന്നത്. നേരത്തെ ഇമ്രാൻ പ്രതാപ് കടി, കുനൽ കമ്ര, നെഹ രത്തോർ തുടങ്ങിയവരും ഇത്തരത്തിൽ പ്രതികളാക്കപ്പെട്ടിരുന്നു. ആക്ഷേപഹാസ്യമെന്നോ തമാശയെന്നോ വ്യത്യാസമില്ലാതെ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്താനാവുമെന്നതാണ് പുതിയ സംഹിത നിലവിൽ വന്നപ്പോഴത്തെ അവസ്ഥ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നായിരുന്നു നെഹ രത്തോറിന്റെ എക്സ് പോസ്റ്റ്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞുവെന്നല്ലാതെ നോട്ടീസിന്റെ കാര്യം നേരിട്ടറിഞ്ഞിട്ടില്ലെന്നാണ് നേഹ പറയുന്നത്. അടുത്ത ഒരു പാട്ടിൽ നിന്നും ചെറിയൊരു ഭാഗം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നീതി നടപ്പിലാക്കുന്നതിനോ നിയമം നടപ്പിലാക്കുന്നതിനോ ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇരട്ട നീതിക്കെതിരെ തുല്യനീതിക്കായുള്ള പോരാട്ടമാണ് നമുക്ക് ജീവിതം. ഏകലവ്യന്റെ കൈവിരൽ അറുത്തുമാറ്റിയ ഒറ്റുകാർ കുറ്റിയറ്റു പോയിട്ടില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മതവും ജാതിയും തൊലിനിറവും നോക്കി നീതി അളന്നു കൊടുക്കുന്നിടത്ത് നമ്മൾ തീയായി മാറും. ഹിന്ദുത്വവും സവർണതയും കൂട്ടിക്കുഴച്ച ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ വെറുപ്പ് മുളക്കുന്ന പാടങ്ങളിൽ മാത്രമല്ല, ചെറുവയർ പട്ടാളത്തോടും ജന്മിമാടമ്പിമാരോടും പോരടിച്ച് വയലുകളെല്ലാം പൈങ്കിളിക്ക് സമ്മാനിക്കുമെന്ന വീമ്പിളക്കി കേരളത്തിന്റെ മണ്ണിൽ ഇൻകുലാബ് വിളയിച്ച ചുവന്ന തമ്പുരാക്കന്മാരും അതേ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെയാണ് കുടിയിരിക്കുന്നത് എന്ന ബോധ്യം വീണ്ടും ഉറപ്പിക്കേണ്ടി വരുന്ന ഇക്കാലത്ത് ഈ പാട്ടും പ്രതിരോധമാണെന്ന തികഞ്ഞ ബോധ്യത്തോടെയാണ് ഇതിവിടെ ചേർക്കുന്നത്. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ അവിടെ